അപ്രതീക്ഷിതമായുണ്ടായ പ്രകൃതിയുടെ താണ്ഡവത്തിൽ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായവരുടെ പുനരധിവാസത്തിൽ കത്തിവെക്കുന്ന വിഷജന്മങ്ങളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തുക തന്നെ വേണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകരുതെന്നും നൽകിയാൽ അത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും CPM-കാർക്കുമായിരിക്കും ലഭിക്കുക എന്നാണ് അവർ പടച്ചുവിടുന്ന പ്രചാരണം. ഇത് സാധാരണക്കാരിൽ ജനിപ്പിച്ചിരിക്കുന്ന ആശയക്കുഴപ്പം ചില്ലറയല്ല. 2018 പ്രളയശേഷം ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് നടന്ന ചില ക്രമക്കേടുകളുടെ വാർത്താശകലങ്ങൾ വെച്ചാണ് ഈ സന്ദേശങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതോടെ പലരും ധനസഹായം നൽകാൻ മടിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലഭിക്കുന്ന പണം ഓഡിറ്റിംഗിന് വിധേയമല്ലെന്നും അർഹിക്കുന്നവർക്ക് ലഭിക്കില്ലെന്നും അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ ആശങ്ക വേണ്ട, എല്ലാ പണമിടപാടുകളും സുതാര്യമായിരിക്കുമെന്ന് ആവർത്തിച്ച് ഉറപ്പു നൽകുകയാണ് സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRF എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തുകൊണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വീകരിക്കുവാനോ ചിലവഴിക്കുവാനോ സാധിക്കുന്ന ഒരു കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പൂർണ്ണമായും ഒരു കൺട്രോൾ ഓഡിറ്റിംഗിന് വിധേയമായിരിക്കും. ഇത് കൺട്രോളർ ആൻഡ് ഓഡിറ്റിംഗ് ജനറൽ എന്നാണ് അറിയപ്പെടുന്നത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ ഫണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അതായത് ഇതിന്റെ ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹമായിരിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന സംഭാവനകൾ ബാങ്ക് ട്രാൻസ്ഫർ വഴി മാത്രമേ റിലീസ് ചെയ്യുകയുള്ളൂ. ഫണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ധനകാര്യ സെക്രട്ടറി ആണെങ്കിലും CMDRF നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ബാങ്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കാൻ അധികാരമുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ വകുപ്പിന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് പണം പിൻവലിക്കുവാനോ കൈമാറുവാനോ സാധിക്കില്ല. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് പ്രകാരം മാത്രമാണ് ഇത് സാധിക്കുന്നത്. സംഭാവന നൽകുന്ന പണമെല്ലാം ബാങ്ക് ഇടപാടാണ് നടക്കുന്നത്. ഈ ഫണ്ടുകളുടെ ബജറ്റിംഗും ചിലവും പ്രതിപക്ഷം അടക്കമുള്ള നിയമസഭയുടെ പരിശോധനയ്ക്ക് വിധേയമായ ഒന്നാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാനേജ്മെന്റ് പൂർണ്ണമായും വെബ്സൈറ്റ് വഴി സുതാര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരാവകാശ നിയമം ഇതിന് ബാധകമാണ്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാനുള്ള എല്ലാ അവകാശങ്ങളും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും വിവരാവകാശ രേഖ വഴി ഇതിന്റെ കണക്കുകൾ നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് അർഹമായ കൈകളിലല്ല എന്ന ഭയം കൊണ്ട് ആരും തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ മടിക്കേണ്ട. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് 10 രൂപയാണെങ്കിൽ പോലും അത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുക. സമാജ സേവകർ ചമഞ്ഞ പല നന്മമരങ്ങളും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ നിങ്ങൾ ഒന്ന് ഓർക്കുക, വയനാട്ടിലെ പുനരധിവാസം ശരിയായ രീതിയിൽ ഏകോപിപ്പിച്ച് സാധ്യമാക്കാൻ സാധിക്കുക നമ്മുടെ സർക്കാരിന് മാത്രമായിരിക്കും.